അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു എന്നും സുഖവും സന്തോഷവും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഫോളോവേഴ്സ് അധികമാവുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചിന്തകളെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാണ്. ചിന്ത എന്നത് ഒരു വലിയ വിഷയം തന്നെയാണ്. ഓരോ ദിവസവും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ചിന്തിച്ചു കൂട്ടുന്നതിനൊരദ്വസരമില്ല. അത് ഒരു ക്ലിപ്തല്ല. എത്രയെന്തോ നേരം വെളുത്ത് വൈകുന്നേരം വരെ കിടന്നുറങ്ങിയാലും ചിന്തകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് പല ചിന്തകളും, ലക്ഷക്കണക്കിന് ചിന്തകളായിരിക്കും ഒരു മനുഷ്യനൊരു ദിവസം ഉണ്ടാവുക. പക്ഷെ അതിൽ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. അധികം പേര് നെഗറ്റീവാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ശൈത്താൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവുകൾ ഇങ്ങനെ കൊണ്ടുവരും. നെഗറ്റീവുകൾ കൊണ്ടുവരാം. എനിക്കൊന്നിനും കഴിയില്ല, ഞാനൊന്നിനും കൊള്ളൂല, ഞാനിനി വിജയിക്കും തോന്നണില്ല, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല, ഒരുപാട് കടമുണ്ട്, വീടാൻ വഴിയില്ല, എനിക്ക് ജോലി ചെയ്യാനാവില്ല. ഓട്ടോമാറ്റിക്കായി നമ്മളെ ശരീരത്തെ തകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റൂ. നമ്മുടെ ബോഡി കേടുവരികയാണ് ഈ നെഗറ്റീവ് ചിന്തകളെ കൊണ്ടെന്നുള്ളത് ആരും അറിയണില്ല. പ്രഷർ വരികയാണെന്നുള്ളത് ആരും അറിയണില്ല. മാനസികമായി നമ്മൾ തളരുകയാണെന്ന് അറിയുന്നില്ല. നെഗറ്റീവ് ചിന്തകളെ കൊണ്ട് ഒരു കാര്യം നമുക്കില്ലതാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ചിന്തകളെ നമുക്ക് പോസിറ്റീവാക്കി എടുക്കാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില ആളുകൾ പറയും ഞാൻ ഭംഗിയില്ല, പ്രത്യേകിച്ച് ചില സ്ത്രീകൾ, ഞാൻ ബ്യൂട്ടിഫുൾ അല്ല, എൻ്റെ മൂക്ക് ഇങ്ങനെയാണ്, എൻ്റെ കണ്ണ് ഇങ്ങനെയാണ്, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിൽ ശൈത്താൻ കൊടുന്നിടും. ഖുർആൻ പറഞ്ഞതാണ്. അങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തകൾ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളാകെ തളരുകയാണ്. അങ്ങനെ ബ്രെയിനിൽ ഒരു പ്രത്യേക മാനസിക അസ്വസ്ഥത സൃഷ്ടിക്കുകയാണ്. നമ്മളോട് ആരെങ്കിലും പറയണതൊക്കെ നമ്മുടെ മനസ്സിൽ വേറെ ചിന്തകൾ വരികയാണ്. ഈ നെഗറ്റീവുകളെ നമുക്ക് പോസിറ്റീവാക്കി എടുക്കുക. ഒരു സെയിൽസ്മാനെ കുറിച്ചിടത്തോളം അയാൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് എൻ്റെ സെയിൽസ് കൂടുതൽ വർദ്ധിക്കാൻ, നല്ലോണം പെടാപ്പാട് പെട്ടിട്ട് എൻ്റെ സെയിൽസ് ഒന്ന് ഞാൻ വർദ്ധിപ്പിക്കട്ടെ. ഒരു കച്ചവടക്കാരൻ ചിന്തിക്കേണ്ടത് എങ്ങനെയെങ്കിലും എനിക്ക് കച്ചവടം ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണം, അതിനെന്തൊക്കെ മാർഗം സ്വീകരിക്കാൻ കഴിയും, അതിനെക്കുറിച്ച് അവൻ ആലോചിക്കട്ടെ. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവൻ ഈ ജോലി ചെയ്തിട്ട് ഈ മുതലാളിയുടെ, ഓണറുടെ സന്തോഷം നേടിയെടുക്കട്ടെ. ഞാൻ നല്ലൊരു വർക്ക് ചെയ്യട്ടെ, ഇഖ്ലാസോടുകൂടെ ജോലി ചെയ്തിട്ട് നന്നാവട്ടെ, എന്നിട്ട് എനിക്ക് നല്ലൊരു പ്രസരിപ്പുണ്ടാകും, കിട്ടുന്നതിൽ എനിക്ക് ബർക്കത്തുണ്ടാവണമെങ്കിൽ ഞാൻ നല്ല ജോലി ചെയ്യണം. ഇങ്ങനെയുള്ള നല്ല നല്ല പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് നല്ലോണം കടന്നു വരണം. നെഗറ്റീവുകളെ കൊണ്ട് നമ്മളെ തളർത്തേ ചെയ്യൂ. ഒരിക്കലും നെഗറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവരുത്. അതിനുള്ള യഥാർത്ഥ വഴി എന്താണ്? നമ്മുടെ ചിന്ത നെഗറ്റീവ് ആകുമ്പോൾ ബൈ പ്രൊഡക്റ്റായിട്ട് വരുന്നത് എന്താ? നെഗറ്റീവായിരിക്കും. നമ്മൾ ബൈ പ്രൊഡക്റ്റ്, അത് നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മളോട് ബന്ധപ്പെട്ടവരൊക്കെ ആ ബൈ പ്രൊഡക്റ്റ് വരും. അപ്പോൾ ബൈ പ്രൊഡക്റ്റ് വരുന്നതൊക്കെ എന്താവണം? ഈ നെഗറ്റീവ് ചിന്ത മാറ്റി അതൊക്കെ പോസിറ്റീവ് ആക്കണം. അതിനെന്താണ് ഒരു വഴിയെന്നറിയോ? നിങ്ങളൊരു കടലാസ് എടുക്കുക, എന്നിട്ട് ആ കടലാസിൽ ഒരു ദിവസം ചിന്തിച്ച നെഗറ്റീവുകളൊക്കെ എഴുതിയെടുക്കുക. ഉദാഹരണം, ഞാനൊന്നിനും കൊള്ളൂല, ഞാൻ എവിടെ എത്തിയിട്ടില്ല, ഞാൻ വിജയിച്ചിട്ടില്ല, ഞാൻ ഇനി എൻ്റെ കടങ്ങൾ വീടൂല, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നെഗറ്റീവുകളൊക്കെ എഴുതി വെക്കുക. എനിക്കൊന്നിനും, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, ഞാനിനി വിജയിക്കും തോന്നുന്നില്ല എന്ന് തോന്നി നമ്മളെ മനസ്സിൽ തോന്നുന്ന നെഗറ്റീവ് ചിന്തകൾ ഒരു കടലാസിൽ എഴുതുക. എന്നിട്ട് ആ എഴുതിയതൊക്കെ വായിക്കുക.
ഐ ആം നോ ബ്യൂട്ടിഫുൾ, ഉദാഹരണം. എന്നിട്ട് അതിങ്ങനെ വായിക്കുക. ഐ ആം നോ, ഏയ് നോ നോ നോ, ഐ ആം ബ്യൂട്ടിഫുൾ. ഫോർ വൈ? ഫോർ വൈ ഐ ആം നോട്ട് ബ്യൂട്ടിഫുൾ? ഐ ആം ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മളെല്ലാം പോസിറ്റീവിലേക്ക് എഴുതി, ഈ നെഗറ്റീവുകളൊക്കെ നമ്മൾ പോസിറ്റീവിലേക്ക് എത്തിക്കുക. സെയിൽസ്മാൻ തളരുകയാണ്. എന്തുകൊണ്ട് തളര്? ഞാൻ ഉഷാറാവണം, ഞാൻ സെയിൽസ് വർദ്ധിപ്പിക്കും, കച്ചവടക്കാരെന്ത് തന്നെ സംഭവിച്ചാലും ശരി, എങ്ങനെങ്കിലും ഈ കച്ചവടം എനിക്ക് ഉയർത്തിക്കൊണ്ടുവരണം. ഇങ്ങനെ ചിന്തിച്ചിട്ട് എല്ലാ ബൈ പ്രൊഡക്റ്റായിട്ട് നമുക്കൊക്കെ ഈ നെഗറ്റീവിനെ പോസിറ്റീവാക്കിയിട്ട് കൊണ്ടുവരാൻ കഴിയണം. അങ്ങനെ ഒരു നല്ല ചിന്ത, ആ ചിന്തകളൊക്കെ നമുക്ക്, കാരണം അല്ലതി യുവസ്വിസു ഫി സുദൂരിന്നാസ്, മനുഷ്യന്മാരുടെ കൽബിൽ ആവശ്യമില്ലാത്ത ഒസുവാസുകൾ, നെഗറ്റീവ് തോട്ട്സുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് നമ്മളെ മാനസികമായി തളർത്തിക്കളയും. പിന്നീട് ഇത് രോഗമായി മാറും. മൈൻഡിലേക്ക് ഒരുപാട് ടെൻഷൻ കയറുമ്പോൾ പിന്നെ അത് പ്രഷറിലേക്ക് വരും. അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആവാതെ വരുമ്പോൾ ബ്ലഡ് ചൂടായിട്ട് അവിടെ വേദന, ഇവിടെ വേദന, അസ്വസ്ഥത, ടെൻഷന്, ഇങ്ങനെല്ലാം കൂടി വന്നിട്ട് പിന്നെ അവസാനം എന്താകും? നമ്മളൊന്നിനും പറ്റാതെ തന്നെയാവും. അതുകൊണ്ട് നെഗറ്റീവുകളൊക്കെ ഒരു കടലാസിൽ എഴുതിയിട്ട് അതൊക്കെ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റിയെടുക്കുക. അങ്ങനെ ചെയ്യാനുള്ള ശ്രമം ഒന്ന് നടത്തി നോക്കിയാൽ കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട്, കുറേ പേര് വിജയിക്കും. അതിനു വേണ്ടിയ ശ്രമം നടത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.